ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ DMK ആണ്. ആന്ധ്രാപ്രദേശിൽ തെലുഗു ദേശം പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ പഞ്ചാബിൽ അത് ആം ആദ്മി പാർട്ടിയാണ്. വെസ്റ്റ് ബംഗാളിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ TMC ആണ്. അതുപോലെ ജാർഖണ്ഡിൽ JMM അല്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയാണ്. ബീഹാറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത് ജനതാദൾ യുണൈറ്റഡ് അല്ലെങ്കിൽ JDU എന്ന പാർട്ടിയാണ്. മിസോറാമിൽ സ്വറം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന പാർട്ടിയാണ്. മേഘാലയയിൽ NPP അല്ലെങ്കിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഭരിക്കുമ്പോൾ നാഗാലാൻഡിൽ അത് NDPP ആണ്, നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. അതുപോലെ സിക്കിമിൽ SKM ഓർ സിക്കിം ക്രാന്തികാരി മോർച്ചയാണ്. പ്രധാനമായിട്ടും 3 സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് പാർട്ടി നേരിട്ട് ഭരിക്കുന്നത്: കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇതുവരെ മൊത്തം 14 സംസ്ഥാനങ്ങളുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ബാക്കിയുള്ള 14 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ BJP ആണ്. ഇനിയുള്ള 8 യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 3 എണ്ണം ഭരിക്കുന്നത് ഇലക്ടഡ് ഗവൺമെന്റ്സ് തന്നെയാണ്: ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ പുതുച്ചേരി. ബാക്കിയുള്ള 5 യൂണിയൻ ടെറിട്ടറികളും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും.